നീറ്റ് റിസൾട്ട് വന്നു. 20 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളാണ് ഈ രണ്ടാമത് നീറ്റ് എക്സാമിലും എഴുതിയിട്ടുള്ളത്. അതിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ MBBS സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അന്നും നമ്മൾ ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ വീണ്ടും പറയുന്നു, നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, അത് തീർച്ചയായും അബ്രോഡ് MBBS തന്നെയാണ്. ഇനി അബ്രോഡിൽ MBBS ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു ആക്ഷേപമാണ്, അബ്രോഡിൽ MBBS വളരെ ഈസിയാണ്, ഇന്ത്യയുടെ അത്ര ക്വാളിറ്റി ഇല്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അബ്രോഡ് MBBS എന്ന് പറയുന്നത് ഈക്വലി ടഫ് ആയിട്ടുള്ളതാണ്. MBBS എവിടെ പഠിക്കുകയാണെങ്കിലും ഈക്വലി ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ദെൻ അബ്രോഡിൽ MBBS പഠിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ ഈസിയാണ്, ഇത്രയൊന്നും സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ അബ്രോഡിലേക്ക് MBBS അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ തീർച്ചയായും അബ്രോഡിൽ പോകരുത്. ഇനി ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ നിങ്ങൾക്ക് MBBS അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏത് MBBS പഠിക്കുന്ന കോളേജുകളാണെങ്കിലും റീജിയണൽ ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജ് എല്ലാ സ്റ്റുഡൻസിനും കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇന്ത്യയാണ്, നമ്മുടെ ഭാഷകളാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ നിങ്ങൾ ഈസി ആണെന്ന് വിചാരിച്ച് അബ്രോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ റീജിയണൽ ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജ് ഇല്ല എന്ന് മാത്രമല്ല, അതാത് രാജ്യത്ത് നിങ്ങൾ ഏത് രാജ്യമാണോ MBBSന് ചൂസ് ചെയ്യുന്നത് ആ രാജ്യത്തെ ഭാഷ കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ഈസി ആണെന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. പകരം നീറ്റ് എക്സാമിന് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇന്ത്യയിൽ ഇട്ടിട്ടാണോ പഠിച്ചത്, അതേ എഫേർട്ട് തന്നെ അവിടെയുള്ള രാജ്യങ്ങളിൽ MBBS പഠനത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ അഫോർഡബിൾ ആയ റേഞ്ചിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയുള്ള ഒരു രാജ്യം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, നല്ലൊരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക. അത് കേവലം എക്സ്പോസ്ഡ് ആയ അല്ലെങ്കിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി എന്നതിലപ്പുറം നമ്മൾക്കറിയാം, NMC ഗൈഡ് ലൈൻസ് പ്രകാരം, അതായത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ പ്രകാരം ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന, NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന WHOയുടെ അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, FMGE പാസിംഗ് റേറ്റ് വന്നിട്ടുള്ള കോളേജുകൾ. ഈ അബ്രോഡ് MBBS പഠിച്ച കുട്ടികൾ ഇന്ത്യയിൽ വന്നാൽ FMGE എക്സാം എഴുതണം. അപ്പൊ ഏതൊക്കെ കോളേജുകളിൽ, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് FMGE നല്ല രീതിയിൽ ട്രാക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ഒരു അനലൈസ് നിങ്ങൾ നടത്തണം. അതിന്റെ ശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ NMC ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക, WHO അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണോ നോക്കുക, FMGE പാസിംഗ് റേറ്റ് നോക്കുക, പ്ലസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത്. ഈ 4 കാര്യങ്ങളും വളരെ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അബ്രോഡിൽ MBBSന് അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസിയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രാജ്യം, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ സേഫ്റ്റി. ഇത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് കൂടെ തന്നെ ഈ പറഞ്ഞ കുട്ടികളുടെ സേഫ്റ്റി, ഇവരുടെ താമസം, ഭക്ഷണം, ഇതിലൊക്കെ തീർച്ചയായും ഒരു അഷുറൻസ് തരാൻ പറ്റുന്ന ഏജൻസി വഴി മാത്രമായിരിക്കണം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അബ്രോഡിൽ MBBS ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു രാജ്യമോ യൂണിവേഴ്സിറ്റിയോ സെർച്ച് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫ്രീ അസിസ്റ്റൻസിനും കൗൺസിലിംഗിനും വേണ്ടി 12 വർഷത്തെ അബ്രോഡ് MBBSൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.